ജോസ് കെ മാണി എവിടെ? LDF കേന്ദ്ര സർക്കാരിനെതിരെ പ്രഖ്യാപിച്ച സമരപ്പന്തലിൽ ഉയർന്നു കേട്ട ചോദ്യമാണ്. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഒത്തൊരുമിച്ച് സമരവേദിയിൽ എത്തിയപ്പോഴാണ് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ കക്ഷിയായ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി മാറി നിന്നത്. LDF വിട്ട് UDFന് കൈകൊടുക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചുവെന്ന രീതിയിൽ കിംവദന്തികൾ പരക്കുമ്പോഴാണ് ജോസ് പെടുന്നനെ അപ്രത്യക്ഷമായത്. ഇത് ഇടതുപക്ഷത്തിനെ ആകെ നാണം കെടുത്തുന്ന ഘടകമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് LDF വിട്ടാൽ അത് മധ്യ കേരളത്തിൽ ഇടതിന് ക്ഷീണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ആ ചങ്കിടിപ്പിൽ നിൽക്കുമ്പോഴാണ് സമരപ്പന്തലിൽ നിന്ന് ജോസ് കെ മാണി അപ്രത്യക്ഷനായത്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കനത്ത പ്രതിഷേധ പരിപാടികളിൽ നിന്നാണ് ജോസ് കെ മാണി വിട്ടുനിന്നത്. ഇതിന് പിന്നാലെ മാധ്യമങ്ങൾ വൈറൽ വാർത്തയായി ജോസ് കെ മാണിയെ കാണാനില്ലെന്ന രീതിയിൽ വാർത്തയും നൽകി. എന്നിട്ടും ജോസ് കെ മാണി കാണാമറിയത്ത് തന്നെ തുടരുകയാണ്. മറിച്ച് ഇടതുപക്ഷത്തിനുള്ള കനത്ത പ്രഹരമാണ് ജോസിന്റെ വിട്ടുനിൽക്കൽ എന്ന് കാണാൻ സാധിക്കും. LDF മാസങ്ങളോളം പ്രചാരണം നടത്തി സംഘടിപ്പിച്ച ഈ സമരപ്പന്തലിൽ ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണിയുടെ കസേര ശൂന്യമായി കിടന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം കേരള കോൺഗ്രസ് എമ്മിനെ നടുക്കിയിരിക്കുകയാണ്. കാലങ്ങളായി പാർട്ടിയുടെ ഉരുക്കുകോട്ടയായിരുന്ന മുനിസിപ്പാലിറ്റികൾ വരെ കൈവിട്ടുപോയി. രൂപീകരണ സമയം മുതൽക്ക് പാലാ നഗരസഭ കേരള കോൺഗ്രസിന്റെയും KM മാണിയുടെയും കുത്തക മുനിസിപ്പാലിറ്റി ആയിരുന്നു. ഒരിക്കൽ പോലും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നിട്ടില്ല മാണി ഗ്രൂപ്പുകാർക്ക്. എന്നാൽ ഇക്കുറി അതും സംഭവിച്ചു. ചരിത്രത്തിൽ ആദ്യമായി പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഒതുങ്ങിപ്പോയി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുക കൂടി ചെയ്തതോടെ ജോസിന്റെ പതനം പൂർത്തിയായി. ഇതോടെയാണ് UDF എന്ന സാധ്യത ജോസും കൂട്ടരും തേടിയത്. UDFിലായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന ആ പ്രതാപം LDFിലെത്തിയപ്പോൾ നഷ്ടപ്പെടുന്ന വികാരം അണികൾക്കിടയിൽ ശക്തമാണ്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സമരവേദിയിൽ എത്താതെ ജോസ് കെ മാണി മാറി നിന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം മറ്റൊന്നാണ്. സമരപ്പന്തലിൽ ജോസ് കെ മാണിയെ കാണാതായതോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലായിരുന്നു. അദ്ദേഹം എവിടെയാണെന്ന ചോദ്യത്തിന് മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് പോലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. ദുബായിലോ ഡൽഹിയിലോ ആണെന്ന അവ്യക്തമായ മറുപടികൾക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ നാടകമുണ്ടെന്ന് ഉറപ്പാണ്. ജോസ് കെ മാണിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അജ്ഞാതവാസം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. പാർട്ടിക്കുള്ളിലും ഇതിന്റെ അലയൊലികൾ വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MLA-മാരിൽ ചിലർ പരസ്യമായി തന്നെ മുന്നണി മാറ്റം ആവശ്യപ്പെട്ടിരുന്നു. ഇടതുപക്ഷത്ത് തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന മുന്നറിയിപ്പാണ് MLA-മാർ നൽകുന്നത്. UDF-ഉമായി അണിയറയിൽ ചർച്ചകൾ സജീവമാണെന്ന സൂചനകൾ ശരിവെക്കുന്നതാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം എന്നും കാണാൻ സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഭയും വിശ്വാസികളും കൈവിട്ടതോടെ ഇനിയും ഇടതുപക്ഷത്തെ താങ്ങി നടന്നാൽ പാർട്ടിയുടെ അന്ത്യം സംഭവിക്കുമെന്ന് മാണി ഗ്രൂപ്പ് ഭയപ്പെടുന്നുണ്ട്. അതേസമയം ജോസിന്റെ നീക്കങ്ങൾ കരുതലോടെയാണ് CPM നിരീക്ഷിക്കുന്നത്. ജോസ് പോവുകയാണെങ്കിൽ കൂടുതൽ ഓഫറുകൾ നൽകി UDFിൽ നിന്ന് ഒരു ഘടകകക്ഷിയെ ചാക്കിട്ട് പിടിക്കാൻ സാധിക്കുമെന്ന ചിന്ത CPMനുണ്ടെന്നും കാണാൻ സാധിക്കും. നേരത്തെ LDF പ്രഖ്യാപിച്ച 3 സുപ്രധാന ജാഥകളിൽ മധ്യമേഖലയിലെ ജാഥയെ നയിക്കേണ്ടത് ജോസ് കെ മാണിയാണെന്ന് മുന്നണി അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ നിന്നുകൂടി ജോസ് കെ മാണി വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് വലിയ പൊട്ടിത്തെറികളിലേക്ക് കടക്കുമെന്നും പറയേണ്ടി വരും.